സ്വപ്നം യാഥാർത്ഥ്യമായ രാവിൽ ഖത്തർ ഉറങ്ങിയില്ല. ദോഹയുടെ തെരുവീഥികൾ പുലരുന്നതുവരെ ആഘോഷങ്ങളാൽ മുഖരിതമായിരുന്നു. ലോകകപ്പിനൊരുങ്ങുന്ന ഖത്തറിന് ഇരട്ടി മധുരമാണ് ഈ ഏഷ്യൻ ഫുട്ബോൾ കിരീടം. കൂറ്റൻ സ്ക്രീനുകൾക്ക് മുന്നിൽ കുന്നോളം പോന്ന ആഗ്രഹങ്ങളുമായി അവർ ഇരുന്നു. സ്വദേശിയെന്നോ പ്രവാസിയെന്നോ വേർതിരിവില്ലാതെ ഖത്തറിനായി ആർത്തു വിളിച്ചു. അൽമോയസ് അലി ആദ്യ ഗോൾ നേടിയതോടെ ആവേശം അണപൊട്ടി. രണ്ടാം ഗോൾ നേടിയതോടെ പിന്നെ നിലത്തിരിക്കാതെയായി. ജപ്പാൻ ഒന്ന് തിരിച്ചടിച്ചതോടെ പ്രാർത്ഥനകൾ. 83-ാം മിനിറ്റിൽ അതിന് ഫലം കണ്ടു. മൂന്നാം ഗോൾ പെനാൽറ്റിയുടെ രൂപത്തിൽ വല കടന്നതോടെ ആഘോഷം തുടങ്ങി. ഖത്തർ ഏഷ്യൻ ഫുട്ബോളിന്റെ രാജസിംഹാസനം കൈയടക്കിയ രാവിൽ ദോഹ ഉറങ്ങിയില്ല. PC സൈഫുദ്ദീൻ, മീഡിയ 1, ദോഹ. ഏഷ്യ കപ്പിൽ ഖത്തർ കിരീടം ചൂടിയത് സ്വദേശികളെക്കാളേറെ ആഘോഷമാക്കിയത് മലയാളി പ്രവാസികളാണ്. ദോഹയിലെങ്ങും മുഴങ്ങിക്കേട്ടത് മലയാളത്തിലുള്ള മുദ്രാവാക്യങ്ങളാണ്. മലയാളി പ്രവാസികളുടെ കൂറും കളിക്കമ്പവും ഖത്തരികൾ ശരിക്കും തിരിച്ചറിഞ്ഞത് ഈ ഏഷ്യ കപ്പ് നേട്ടത്തോടെയാണ്. ദോഹയുടെ തെരുവീഥികളിൽ മുഴുവൻ മുഴങ്ങിക്കേട്ടത് മല്ലൂസ് മുദ്രാവാക്യങ്ങൾ മാത്രം. എന്താണ് ഈ വിളിച്ചു പറയണതെന്നറിയാതെ ഖത്തരികൾ അന്തം വിട്ടുനിന്നു. അതിനാൽ തന്നെ ഇടയ്ക്കൊക്കെ ഇംഗ്ലീഷ് കയറി വന്നത് നന്നായി. ആവേശം അതിരുവിട്ടപ്പോൾ ഇൻകുലാബ് വരെ മുഴങ്ങിയതും കാഴ്ചയായി. എന്തായാലും ഇമാതിരി 4 പ്രവാസികളുണ്ടെങ്കിൽ ഉപരോധമല്ല ഭൂകമ്പത്തെ വരെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് ഖത്തർ ഭരണാധികാരികൾക്ക് തോന്നിക്കാണണം. PC സൈഫുദ്ദീൻ, മീഡിയ 1, ദോഹ. ഏഷ്യ കപ്പ് നേടി രാജ്യത്തെത്തിയ ഖത്തർ ടീമിന് ദോഹയിൽ ഉജ്ജ്വലമായ വരവേൽപ്പാണ് നൽകുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് ടീമംഗങ്ങൾക്ക് ആശംസ നേരാൻ ദോഹയിലെത്തിയത്. വിശദാംശങ്ങളുമായി ദോഹയിൽ നിന്നും PC സൈഫുദ്ദീനുണ്ട്. സൈഫുദ്ദീൻ, ആവേശത്തിൻ്റെ നെറുകയിൽ തന്നെയാണ് ഖത്തർ. 3-1 ജപ്പാനെ പരാജയപ്പെടുത്തി ഏഷ്യ കപ്പിൻ്റെ കിരീടം ചൂടിയ ടീമിനെ ഏത് തരത്തിലാണിപ്പോൾ ഖത്തർ ജനത സ്വീകരിക്കുന്നത്? തീർച്ചയായും രാജോചിതമായ സ്വീകരണം തന്നെയാണ് ഖത്തറിന്റെ വീര പടനായകർക്ക് ഖത്തറിലെ സ്വദേശികളും വിദേശികളും അടങ്ങുന്ന ആയിരക്കണക്കിന് ആളുകൾ നൽകിയത്. അല്പസമയം മുൻപാണ് കോർണിഷിലെ ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തിന്റെ തൊട്ടപ്പുറത്താണ് കോർണിഷ് റോഡ്. ആ കോർണിഷിന്റെ റോഡിലൂടെ അല്പസമയം മുൻപാണ് താരങ്ങളെ വഹിച്ചുകൊണ്ടുള്ള ബസ് കടന്നുപോയത്. തുറന്ന വാഹനത്തിലാണ് ഖത്തറിന്റെ വീര പടനായകരെ വഹിച്ചുകൊണ്ടുള്ള ബസ് കടന്നുപോയത്. തുറന്ന വാഹനത്തിലാണ് അവരെ ആനയിച്ചത്. വഴിയരികിൽ എയർപോർട്ടിൽ നിന്നും 2-3 കിലോമീറ്ററോളം നീളുന്ന വഴിയരികിൽ എല്ലാം ഖത്തറിലെ സ്വദേശികളും വിദേശികളും അടങ്ങുന്ന ആയിരക്കണക്കിന് ആളുകൾ കാത്തുപാർത്ത് നിൽക്കുകയായിരുന്നു തങ്ങളുടെ വീരപുരുഷന്മാരെ ഒരു നോക്ക് കാണാൻ വേണ്ടി. എന്തായാലും 24 താരങ്ങളെയും പരിശീലകനെയും ഒപ്പം മറ്റു സ്റ്റാഫുകളെയും വഹിച്ചുകൊണ്ടുള്ള തുറന്ന വാഹനം അല്പസമയം മുൻപാണ് ഇതുവഴി കടന്നുപോയത്. അതിന്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. മികച്ച പ്രകടനം കാഴ്ചവെച്ച ഖത്തറിന്റെ താരങ്ങളെല്ലാം തുറന്ന വാഹനത്തിൽ ചുറ്റും കൂടി നിന്ന സ്വദേശികളെയും വിദേശികളുടെയും അഭിവാദ്യങ്ങളെ സ്വീകരിച്ചു. കൂടി നിന്ന ആളുകൾ വലിയ ഹർഷാരവത്തോടു കൂടിയാണ് ഖത്തറിന്റെ ഇപ്പോഴും ജനങ്ങൾ തുറന്ന വാഹനം കടന്നുപോയിട്ട് ഇപ്പോൾ 10 മിനിറ്റ് പിന്നിടുന്നു. പക്ഷെ ഇപ്പോഴും കോർണിഷിന്റെ തെരുവീഥികൾ, ദോഹയുടെ തെരുവീഥികളിൽ ഇപ്പോഴും ആളനക്കം കഴിഞ്ഞിട്ട് ആളുകൾ ഒഴിഞ്ഞു പോയിട്ടില്ല. ഇന്നലെ തുടങ്ങിയ ആഘോഷമാണ്, ഇന്നലെ രാത്രിയോടെ തുടങ്ങിയ ആവേശമാണ്. ഇപ്പോഴും ആ ആഘോഷവും ആ ആവേശവും കെട്ടടങ്ങാത്ത കാഴ്ചയാണ് ദോഹയിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. നീണ്ട കാലത്തെ
കാത്തിരിപ്പിനാണ് ഇന്നലെ അന്ത്യമായത്. ഖത്തർ ആദ്യമായി ഏഷ്യൻ കപ്പിൽ മുത്തമിട്ടപ്പോൾ അത് UAE-യിൽ വെച്ചാണ് ആ മുത്തമിട്ടത് എന്നതുകൂടി ശ്രദ്ധേയമായ കാര്യമായിരുന്നു. ദക്ഷിണ കൊറിയ, ജപ്പാൻ ഉൾപ്പെടെ ലോകകപ്പിൽ കളിച്ചിട്ടുള്ള കരുത്തരായ ടീമുകളെ തറപറ്റിച്ചാണ് അതും സെമിയിലും ഫൈനലിലും വീരോചിതമായ പ്രകടനമാണ് ഖത്തറിന്റെ തുണക്കുട്ടികൾ കാഴ്ചവെച്ചത്. 4 ഗോളുകൾക്കാണ് UAE സെമിഫൈനലിൽ 1-നെതിരെ 3 ഗോളുകൾക്ക് ആധികാരിക പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് 43 റാങ്കുകൾ മുകളിലുള്ള ജപ്പാനെയാണ് 1-നെതിരെ 3 ഗോളുകൾക്ക് ഖത്തർ തകർത്തു വിട്ടുകൊണ്ട് തന്നെ ഏഷ്യ കപ്പ് കിരീടം സ്വന്തമാക്കി. എന്തായാലും ദോഹയിൽ ആളുകൾ വലിയ ആഘോഷത്തിലും ആവേശത്തിലുമാണ്. കാരണം 2022 ലോകകപ്പിന് ഇനി അധികം നാളുകളില്ല. ഇനി 4 വർഷം തികച്ചില്ല. ആ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാൻ എന്തുകൊണ്ടും ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഖത്തറിന്റെ 11 ചുണക്കുട്ടികൾ ഇന്നലെ UAE-യിലെ ഷെയ്ഖ് സായിദ് സ്റ്റേഡിയത്തിൽ കന്നി ഏഷ്യ കപ്പ് കിരീടമുയർത്തിയത്. എന്തായാലും ദോഹയിൽ ഇപ്പോഴും ആവേശവും ആഘോഷവും കെട്ടടങ്ങാത്ത ഒരവസ്ഥ തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഷബീർ, ചരിത്രത്തിൽ ആദ്യമായി ഖത്തർ ഏഷ്യ കപ്പിൽ കിരീടം ചൂടിയപ്പോൾ വലിയ ആരവത്തോടുകൂടിയും ആവേശത്തോടും കൂടിയാണ് ഖത്തറികളും ഒപ്പം തന്നെ വിദേശികളും അടക്കമുള്ള ഫുട്ബോൾ ആരാധകരെല്ലാം ഖത്തർ ടീമിന് വരവേൽപ്പ് നൽകുന്നത്. കോർണിഷ് റോഡിലൂടെ അല്പസമയം മുമ്പാണ് ഖത്തർ ടീമിനെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം കടന്നുപോയത്. ദോഹയിലെങ്ങും ജനങ്ങൾ ആവേശത്തിലാണ്. പ്രത്യേകിച്ച് ഖത്തർ ജനതയ്ക്കൊപ്പം മലയാളികളടക്കമുള്ള പ്രവാസികളും വലിയ ആഹ്ലാദത്തിൽ തന്നെയാണ്. PC സൈഫുദ്ദീനാണ് ദോഹയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. നിർമ്മാണ മേഖലയിൽ ഈ വർഷം സൗദി അറേബ്യ വൻ നേട്ടമുണ്ടാക്കുമെന്ന് സാമ്പത്തിക മാധ്യമങ്ങൾ. നിയോം, റിയാദ് മെട്രോ, ഹറം വികസന പദ്ധതികളാണ് ഈ വർഷത്തെ പ്രധാന പദ്ധതികൾ. ഇതിനു പുറമെ വിവിധ വിനോദ പദ്ധതികളുടെ നിർമ്മാണവും ഈ വർഷം സജീവമാകും. എണ്ണ വിപണി ഇടിഞ്ഞതു മുതലാണ് ഈ മേഖലയിൽ തിരിച്ചടി സൗദിയിൽ ഉണ്ടാക്കിയത്. എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ കാര്യങ്ങൾ മാറിമറിയുകയാണ്. പശ്ചിമേഷ്യയിലെ നിലവിലുള്ള നിർമ്മാണ രംഗത്തെ സജീവ മേഖലയാണ് സൗദി അറേബ്യ. ഈ വർഷം കൂടുതൽ ചടുലമാകും. നിയോം പദ്ധതിയാണ് ഇതിൽ ശ്രദ്ധേയം. $500 ബില്യൺ പദ്ധതിയാണിത്. 26 ബില്യൺ ചിലവുള്ള റിയാദ് മെട്രോയുടെ ആദ്യഘട്ടവും ഈ വർഷം പൂർത്തിയാക്കും. ചെങ്കടൽ പദ്ധതി, കിദ്ദിയ ഉൾപ്പെടെയുള്ള വിനോദ പദ്ധതികൾക്കും ഈ വർഷം തുടക്കമാകും. ഈ വർഷം മാത്രം $819 ബില്യൺ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് സൗദിയിൽ നടക്കുക. 5200 പദ്ധതികളിലായാണിത്. ഹറമിന്റെ വികസന പ്രവർത്തനം പുനരാരംഭിച്ചതും നിർമ്മാണ മേഖലയ്ക്ക് ഉണർവാകും. 2030 സൗദിയിലെ 70% പേർക്കും വീടുണ്ടാക്കാൻ സർക്കാരിന് പദ്ധതിയുണ്ട്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം 2 ലക്ഷം വീടുകൾ നിർമ്മിച്ചു. ഈ വർഷം 3 ലക്ഷം വീടുകൾ ആദ്യ പാതിയിൽ കൈമാറും. നിർമ്മാണ മേഖല സജീവമായതോടെ തൊഴിലവസരങ്ങളും വർദ്ധിക്കുകയാണ്. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. റിയാദിലെ വീട്ടമ്മമാരുടെ കൂട്ടായ്മയായ മലബാർ അടുക്കളയുടെ നേതൃത്വത്തിൽ കലാസാംസ്കാരിക വിരുന്നും ആഘോഷവും സംഘടിപ്പിച്ചു. റിയാദിലെ അസീസിയയിലായിരുന്നു പരിപാടി. ഭക്ഷ്യമേള ഉൾപ്പെടെയുള്ള ആഘോഷത്തിൽ 100 കണക്കിന് പേരാണ് പങ്കെടുത്തത്. അറേബ്യൻ നൈറ്റ് എന്ന പേരിലായിരുന്നു പരിപാടി. വനിതാ കൂട്ടായ്മ മലബാർ അടുക്കള സംഘടിപ്പിച്ച ആദ്യ പൊതുപരിപാടി. 100 കണക്കിന് പേരാണ് പരിപാടിക്കായി എത്തിയത്. ഉദ്ഘാടന സമ്മേളനത്തിൽ ഷിഹാബ് കൊട്ടുകാട്, അഷ്റഫ് വടക്കേവിള, സത്താർ കായംകുളം, ഷാജഹാൻ എടക്കര, ലന ലോറൻസ്, ഉബൈദ് ഡവണ്ണ എന്നിവർ സംബന്ധിച്ചു. കൂട്ടായ്മ ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങളും യാത്രയപ്പും പരിപാടിയുടെ ഭാഗമായി. സംഘടനയുടെ തീം സോങ് വേദിയിൽ അവതരിപ്പിച്ചു. വിവിധ ഉൽപ്പന്നങ്ങളുടെ ഭക്ഷ്യമേളയും കരകൗശല പെയിന്റിംഗ് പരിപാടികളും നടന്നു. കൂട്ടായ്മയിലെ അംഗങ്ങൾ സ്വന്തമായി നിർമ്മിച്ച കേക്കുകളും ഉൽപ്പന്നങ്ങളും ഇവിടെ എത്തി. ഇപ്പോഴാണ് ശരിക്കും ഇവരെ ഒരു ഗ്രൂപ്പിലേക്ക് ചേരണമെന്നും കേക്കിന്റെ വർക്കിലൊക്കെ വരാൻ തുടങ്ങിയത്. വീട്ടിൽ വെച്ച് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ ഒരാൾ പറഞ്ഞു നോക്കിയപ്പോൾ ഒന്ന് ട്രൈ ചെയ്തു. അപ്പോൾ അത് അൽഹംദുലില്ലാ നല്ല സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. ലാജ അഹദ്, നൌഫിന, ഷബീന ഷാജി, അസ്മ ഷുക്കൂർ, ഷഫ്നാസ് എന്നിവരായിരുന്നു പരിപാടിയുടെ നേതൃത്വം. കുട്ടികളുടെയും മുതിർന്നവരുടെയും വിനോദ പരിപാടികളും രാവേറും വരെ നീണ്ടു. മീഡിയ 1, റിയാദ്.
NSS സലാലയുടെ അടുത്ത വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. സുധീർ പാങ്ങാണ് പ്രസിഡന്റ്. മണികണ്ഠൻ നായരെ ജനറൽ സെക്രട്ടറിയായും സതീഷ് ഷേക്കെ ട്രഷററായും തെരഞ്ഞെടുത്തു. വാർഷിക ജനറൽ ബോഡിയിൽ നടന്ന തെരഞ്ഞെടുപ്പിന് ഗിരിജ വല്ലഭൻ നായർ നേതൃത്വം നൽകി. സൗദിയിലെ റിയാദിൽ മൊബൈൽ അനുബന്ധ ശേഖരവുമായി മൊബി കെയർ ഷോറൂം തുറന്നു. മുറബ അവന്യൂ മാളിൽ ലുലു ഹൈപ്പർ മാർക്കറ്റിനോട് ചേർന്നാണ് പുതിയ ഷോറൂം. മാൾ മാനേജർ അബ്ദുൽ അസീസ് അൽ കഹത്താനി ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ രാജ്യങ്ങളിലെ മൊബൈൽ അനുബന്ധ ഉൽപ്പന്നങ്ങളാണ് മൊബി കെയറിൽ. വിവിധ ബ്രാൻഡുകളിലുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ ലഭ്യമാണ്. മൊബൈൽ മുഴുവനായും കവർ ചെയ്യുന്ന റാപ്പ് കെയർ ബ്രാൻഡിന്റെ മൊത്തവിതരണക്കാരാണ് മൊബി കെയർ. റിയാദ് അവന്യൂ മാളിൽ ലുലു ഡിപ്പാർട്ട്മെന്റ് ഷോറൂമിന് തൊട്ടടുത്താണ് ഷോറൂം. അവന്യൂ മാൾ മാനേജർ കടയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ മാൾ മാനേജർ ലാലു വക്കി, മൂസ കബി, മുഹമ്മദ് അലി ലാക്കൽ, അഹമ്മദ് അൽ അസീരി, മിഷാൽ അൽ റിമാൽ, സാദിഖ് അലി, അനിൽ കുര്യാക്കോസ് എന്നിവർ സംബന്ധിച്ചു. മീഡിയ 1 റിയാദ്. സൗദിയിൽ വിവാഹിതരാകുന്നവരുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരാനായി ഒരു കൂട്ടം സ്വദേശി വനിതകൾ രംഗത്തുണ്ട്. വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നവരുടെ അഭിരുചിക്കൊത്ത ആഭരണങ്ങളും വസ്ത്രങ്ങളും പരിചയപ്പെടുത്തുകയാണ് ഇവർ. കിഴക്കൻ പ്രവിശ്യയിൽ ബ്രൈഡ് ഫെസ്റ്റിവൽ ഇവരിലൂടെ ശ്രദ്ധേയമാവുകയാണ്. സൗദിയിൽ കല്യാണങ്ങളുടെ കാലമാണ്. വധൂവരന്മാരും കുടുംബങ്ങളും കല്യാണ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിൻ്റെ തിരക്കിൽ. ഇവർക്കായി ആവശ്യമായതെല്ലാം ഒരുക്കിയിരിക്കുകയാണ് ഒരു കൂട്ടം വനിതകൾ. This event was made for every bride or every girl who wants to have everything from event planning to gold to dress for her special day or her special events. സ്വദേശികളായ വനിതകളാണ് എക്സിബിഷനിലെ ഭൂരിഭാഗം സ്റ്റാളുകളും സജ്ജീകരിച്ചിരിക്കുന്നത്. ചെറുകിട സംരംഭകരുമുണ്ട് ഉൽപ്പന്നങ്ങളുമായി. Before I have started my business, I was buying gifts from my family and friends. Then when I saw that they really like it and they want more and more, so I have started my small business. This time is especially for women who gonna get married soon. സന്ദർശകർക്കായി വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. നൗഷാദ് രിക്കൂർ, മീഡിയ 1 ദമ്മാം. കേരള നവോത്ഥാനത്തിന്റെ വേരുകൾ പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ എത്തിച്ചേരുന്നതാണെന്ന് എഴുത്തുകാരനും ആക്ടിവിസ്റ്റുമായ ഡോക്ടർ അജയ് എസ് ശേഖർ. IMA സലാല സംഘടിപ്പിച്ച ഞാനറിഞ്ഞ പ്രവാചകൻ ക്യാമ്പയിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാനവികതയും സാഹോദര്യവും ഭീഷണി നേരിടുമ്പോൾ വിമോചനത്തിന്റെ ശബ്ദമായി പ്രവാചകന്റെ അധ്യാപനങ്ങൾ കടന്നുവരുന്നതായി കാണാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. നവോത്ഥാനം ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ 19ാം നൂറ്റാണ്ടിൽ തുടങ്ങുന്നതല്ല, മറിച്ച് പ്രവാചകന്റെ കാലത്ത് തുടങ്ങുന്നതാണ്. IMA ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് G. സലീം സേട്ട് അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് മഹാനായ പ്രവാചകൻ എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കി നടന്ന പ്രശ്നോത്തരിയിൽ വിജയികളായ KP ഗോകുമാർ, ജിബി ഡെന്നി, ഷിജിൽ MK എന്നിവർക്ക് സ്വർണ്ണ സമ്മാനം നൽകി. മാർത്തോമ ചർച്ച് വികാരി ഫാദർ തോമസ് അബ്രഹാം, മോഹൻദാസ് നെല്ലിക്കുന്ന് എന്നിവർ ആശംസകൾ നേർന്നു. പരിപാടിയിൽ അബ്ദുള്ള മുഹമ്മദ്, K. ഷൗക്കത്ത് അലി മാസ്റ്റർ, ഉമ്മുൽ വാഹിദ, മദീഹ എന്നിവരും സംബന്ധിച്ചു. മീഡിയ 1 സലാല.